നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ പൊതുഖജനാവ് ചോർത്തുന്നതിലും രാഷ്ട്രീയ പാർട്ടികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും കാലങ്ങളായി തുടർന്നു വന്ന ഏറ്റവും വലിയ ലോട്ടറി സംവിധാനത്തിന് ഒടുവിൽ ചെറിയ ഒരു പൂട്ടിട്ടിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് പെൻഷൻ ലഭിക്കാനുള്ള മിനിമം സർവീസ് കാലാവധി 2 വർഷത്തിൽ നിന്നും 4 വർഷമായി ഉയർത്തിക്കൊണ്ട് പുതിയ UDF സർക്കാർ അതീവ നിർണായകമായിട്ടുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. ഒരു മന്ത്രിസഭയുടെ ഭൂരിഭാഗം കാലവും പൂർണ്ണമായി സേവനം അനുഷ്ഠിക്കുന്നവർക്ക് മാത്രം പെൻഷൻ നൽകിയാൽ മതി എന്ന മുഖ്യമന്ത്രിയുടെ ഈ കടുപ്പമേറിയ തീരുമാനം കേരളത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക രംഗങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ അണികളെയും പാർട്ടി കേഡർമാരെയും പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് വഴിവിട്ട് സഹായിക്കാൻ ഉപയോഗിച്ചിരുന്ന ലൂപ്പ് ഹോളാണ് വി.ഡി. സതീശന്റെ ഒരൊറ്റ നിർദ്ദേശത്തോടെ ഇല്ലാതാക്കിയിരിക്കുന്നത്. ഭരണത്തിന്റെ ആദ്യ 2 വർഷം ഒരു കൂട്ടം ആളുകളെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുക, അവർക്ക് പെൻഷൻ പ്രായമാകുന്നതോടുകൂടി അവരെ മാറ്റി അടുത്ത 2 വർഷത്തേക്ക് പുതിയൊരു ബാച്ചിനെ നിയമിക്കുക എന്നതായിരുന്നു കാലങ്ങളായുള്ള അലിഖിത നിയമം. ഈ 2 വർഷത്തെ കൊള്ള വഴി ഒരൊറ്റ മന്ത്രിസഭയുടെ 5 വർഷത്തെ കാലാവധി കൊണ്ട് 2 വ്യത്യസ്ത ഗ്രൂപ്പുകളിലായി 50ഓളം പേർക്കാണ് ആജീവനാന്ത പെൻഷൻ ഉറപ്പാക്കിയിരിക്കുന്നത്. ഈ തട്ടിപ്പ് സമ്പ്രദായം ഇനി മുതൽ കേരളത്തിൽ നടക്കില്ല. മന്ത്രിമാർ സ്വന്തം താല്പര്യപ്രകാരം നിയമിക്കുന്ന പേഴ്സണൽ സ്റ്റാഫുകൾക്ക് സർക്കാർ ശമ്പളവും ആജീവനാന്ത പെൻഷനും നൽകുന്ന വിചിത്രമായ രീതി ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേന്ദ്രത്തിലോ മറ്റ് അയൽ സംസ്ഥാനങ്ങളിലോ ഇല്ലാത്ത ഇത്തരം ആഡംബരങ്ങൾക്കെതിരെ മുൻപ് സുപ്രീം കോടതിയും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കമ്മീഷൻ പോലും പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷൻ യോഗ്യത ചുരുങ്ങിയത് 4 വർഷമാക്കണമെന്ന് ശക്തമായി ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ പാർട്ടി അണികളെ പിണക്കാൻ ഭയന്ന കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ഈ ശുപാർശ പൂർണ്ണമായി പൂഴ്ത്തുകയായിരുന്നു. ആ ധൈര്യമില്ലായ്മയ്ക്കാണ് ഇപ്പോൾ UDF സർക്കാർ അന്ത്യം കുറിച്ചിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ശ്വാസം മുട്ടുന്ന കേരളത്തിന് പുതിയ തീരുമാനം നൽകുന്ന ആശ്വാസം ചെറുതല്ല. നിലവിൽ ഒരു പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന് വിരമിച്ചാൽ മിനിമം പെൻഷനായി മാത്രം പ്രതിമാസം 4750 രൂപ ലഭിക്കും. ഒരു സർക്കാർ വരുമ്പോൾ മുഖ്യമന്ത്രി, മന്ത്രിമാർ, ചീഫ് വിപ്പ് എന്നിവരുടെ കീഴിലായി ഏതാണ്ട് 400ഓളം പേരാണ് പേഴ്സണൽ സ്റ്റാഫിൽ രാഷ്ട്രീയമായി നിയമിക്കപ്പെടാറുള്ളത്. യാതൊരുവിധ വിദ്യാഭ്യാസ യോഗ്യതയോ കൃത്യമായ മാനദണ്ഡങ്ങളോ ഇല്ല. 20കളിലുള്ള ചെറുപ്പക്കാർ പോലും ഈ തസ്തികകളിൽ കയറിപ്പറ്റാറുണ്ട്. വെറും 2 വർഷത്തെ ജോലി കൊണ്ട് ജീവിതകാലം മുഴുവൻ സർക്കാർ പെൻഷൻ വാങ്ങി ഖജനാവ് മുടിക്കുകയും ചെയ്യുന്ന അവസ്ഥയായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ പേഴ്സണൽ സ്റ്റാഫ് ഘടന പരിശോധിക്കുമ്പോഴാണ് കേരളത്തിലെ രാഷ്ട്രീയ അതിപ്രസരത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന ബോധ്യം നമുക്കെല്ലാവർക്കും വരുന്നത്. രാജ്യത്തിന്റെ തലസ്ഥാനത്തുള്ള കാര്യങ്ങൾ നോക്കാം. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർക്ക് എത്രത്തോളം പേഴ്സണൽ സ്റ്റാഫുകൾ ഉണ്ടെന്ന് നോക്കാം. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർക്ക് പോലും പരമാവധി 15 പേരെ മാത്രമേ പേഴ്സണൽ സ്റ്റാഫായി നിയമിക്കാൻ അനുവാദമുള്ളൂ. അയൽ സംസ്ഥാനമായ തമിഴ്നാടിനെ കുറിച്ച് നോക്കാം. തമിഴ്നാട്ടിൽ ഒരു മന്ത്രിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളെ മാത്രമേ നിയമിക്കാൻ അധികാരമുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം സർക്കാർ സർവീസിലുള്ള സ്ഥിരം ഉദ്യോഗസ്ഥരായിരിക്കണം. കർണാടകയിൽ ഇത് 14 പേരാണ്. എന്നാൽ കേരളത്തിൽ ഒരു മന്ത്രിക്ക് 25 പേരെ വരെ പേഴ്സണൽ സ്റ്റാഫ് ആക്കാം എന്നുള്ളതാണ്. അതിൽ 17 പേരെയും യാതൊരു യോഗ്യതയും നോക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പാർട്ടിക്കാരെ തിരികെ കയറ്റാൻ നിയമം അനുവദിക്കുന്നതാണ്. ഈ ആനുകൂല്യമാണ് പെൻഷൻ തട്ടിപ്പിനായി വിനിയോഗിക്കപ്പെടുന്നത് എന്നാണ് നോക്കേണ്ടത്. 1994 കെ കരുണാകരൻ സർക്കാരിന്റെ കാലത്താണ് മന്ത്രിസഭയുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ ഏർപ്പെടുത്താൻ ആദ്യമായി തീരുമാനമാകുന്നത്. അതിന് വിചിത്രമായി 1982 മുതൽ മുൻകാല പ്രാബല്യവും നൽകിയിരുന്നു. അന്നു മുതൽ ഇന്നുവരെ കോടിക്കണക്കിന് രൂപയാണ് ഈ ഇനത്തിൽ മാത്രം ഖജനാവിൽ നിന്നും ചോർന്നു പോയിട്ടുള്ളത്. നിലവിലെ പുതിയ നിയമത്തിന് മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് നിലവിൽ 4 വർഷത്തിൽ താഴെ സർവീസ് അനുഷ്ഠിച്ച് പെൻഷൻ കൈപ്പറ്റുന്ന മുൻകാല ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടയില്ല എന്ന്. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം ഇറക്കാനും കേരയിൽ ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികളുടെ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം റദ്ദാക്കാനും തയ്യാറെടുക്കുന്ന വി.ഡി. സതീശൻ സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയമായ ചുവടുവെപ്പാണ് ഈ റെഗുലേഷൻ. പണം തികയാതെ സർക്കാർ നെട്ടോട്ടമോടുമ്പോൾ സ്വന്തം പാർട്ടിക്കാരെ വഴിവിട്ട് സഹായിക്കുന്ന രീതിക്ക് മുഖ്യമന്ത്രി തന്നെ തടയിട്ടത് മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്കും ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. CPM ഭരിച്ചു കഴിഞ്ഞ 10 വർഷവും ഈ പെൻഷൻ തട്ടിപ്പിനെതിരെ പ്രതിപക്ഷം വലിയ തോതിൽ തെരുവിൽ സമരം ചെയ്തിരുന്നു. തങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞത് സതീശൻ സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.
2 വർഷം തികയുമ്പോൾ സ്റ്റാഫുകളെ മാറ്റി പുതിയ ആളുകളെ തിരികെ കയറ്റാൻ ഇനി മന്ത്രിമാർക്ക് കഴിയില്ല. കാരണം അങ്ങനെ മാറ്റിയാൽ 2 കൂട്ടർക്കും പെൻഷൻ ലഭിക്കില്ല എന്ന് മാത്രമല്ല, പാർട്ടിക്കുള്ളിൽ അത് വലിയ കലാപങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ചുരുക്കത്തിൽ രാഷ്ട്രീയക്കാരെ പ്രീതിപ്പെടുത്താൻ പൊതുജനങ്ങളുടെ നികുതിപ്പണം ദുരുപയോഗം ചെയ്യുന്ന കേരളത്തിലെ മോശം കീഴ്വഴക്കത്തിനാണ് ഇവിടെ അറുതിയാകുന്നത്. ഈ പുതിയ തീരുമാനം വഴി വരും വർഷങ്ങളിൽ കോടിക്കണക്കിന് രൂപ ഖജനാവിന് ലാഭമാകാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഖജനാവിന് കോടിക്കണക്കിന് രൂപ ലഭിക്കാൻ സാധിക്കുമെന്നാണ് ധനകാര്യ വിദഗ്ധർ പോലും പറയുന്നത്. പ്രസംഗത്തിൽ മാത്രം പോരാ, പ്രവർത്തിയിലും സുതാര്യതയും സാമ്പത്തിക അച്ചടക്കവും വേണമെന്ന് തെളിയിച്ചിരിക്കുകയാണ് പുതിയ മുഖ്യമന്ത്രി. തീർച്ചയായും കൈയടിക്കേണ്ട കാര്യം തന്നെ, അതിൽ യാതൊരുവിധ സംശയവുമില്ല. മുഖ്യമന്ത്രിയുടെ ഇത്തരം നല്ല നീക്കങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മാത്രമല്ല, ആഭ്യന്തരമന്ത്രിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ആഭ്യന്തരമന്ത്രിയും കൃത്യമായ രീതിയിൽ തന്നെയാണ് നീക്കങ്ങൾ നടത്തുന്നത് എന്ന് വ്യക്തമാവുകയാണ്. ഇന്ന് നിയമസഭയിലേക്ക് കൂടി ഒന്ന് പോകാം. നിയമസഭയിൽ സ്പീക്കറെ തെരഞ്ഞെടുത്ത ദിവസമാണ് ഇന്ന്. മാത്രമല്ല, പ്രതിപക്ഷ നേതാവും നമ്മുടെ മുഖ്യമന്ത്രിയും BJPയുടെ നേതാവുമൊക്കെ ആയിട്ടുള്ള RC, അതായത് രാജീവ് ചന്ദ്രശേഖറും, അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മുഖ്യമന്ത്രി VD സതീശൻ, എല്ലാവരും തന്നെ അദ്ദേഹത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്വീകരിക്കുന്ന സാഹചര്യമാണ് കണ്ടത്. ഏതായാലും നിലവിൽ RC രാജീവ് ചന്ദ്രശേഖറും കത്തിക്കയറുന്ന സാഹചര്യമാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെയൊക്കെ തന്നെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ബഹുമാന്യനായ സ്പീക്കർ സർ, BJP NDA പിന്തുണച്ച 30 ലക്ഷം വോട്ടർമാരുടെയും പേരിൽ അങ്ങേ എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സഭ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ കേന്ദ്രമാണ്. ഈ സഭ അങ്ങേ സ്പീക്കറായി തിരഞ്ഞെടുത്തു. നിയമസഭയിൽ ശരിയായ ജനാധിപത്യ പ്രവർത്തനത്തിന് സ്പീക്കറാണ് ഉത്തരവാദിത്വം. ഇത് വളരെ ഗൗരവമേറിയ ഉത്തരവാദിത്വമാണ്. ജനങ്ങൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ്. അവർ പ്രതീക്ഷിക്കുന്നത് ഈ സഭ ചർച്ച ചെയ്യാനും അവർക്കൊരു മികച്ച ഒരു നല്ല ഭാവി സൃഷ്ടിക്കാം എന്നാണ്. വികസനവും അവസരങ്ങൾ ഉള്ളൊരു നിറഞ്ഞൊരു ഭാവി. ഈ മഹത്തായ സഭയ്ക്കും എല്ലാ അംഗങ്ങൾക്കും ചർച്ച ചെയ്യാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഒരുമിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ചാൽ മെച്ചപ്പെട്ട ഒരു വികസിത കേരളം നമുക്ക് എല്ലാവർക്കും സൃഷ്ടിക്കാം. ഞങ്ങളുടെ ഒറ്റൊരു അഭ്യർത്ഥനയാണ് ബഹുമാനപ്പെട്ട സ്പീക്കറോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ എല്ലാവരെയും പങ്കെടുക്കാൻ അനുവദിക്കണം. ജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഞങ്ങളെയെല്ലാം അനുവദിക്കണം. പുതിയ MLA-മാരെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങയുടെ നേതൃത്വത്തിൽ ഈ സഭയ്ക്ക് നമ്മുടെ സംസ്ഥാനത്തെ വികസിത കേരളത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പൂർണ്ണ സഹകരണം ഉണ്ടാവും. വീണ്ടും അഭിനന്ദനങ്ങളും ആശംസകൾ പറഞ്ഞ് നിർത്തുന്നു. നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്.